CPIM-നെതിരെ പച്ചക്കള്ളവുമായി മലയാള മനോരമ. മേഘ കൺസ്ട്രക്ഷനിൽ നിന്ന് CPIM 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന് മനോരമയുടെ പച്ചക്കള്ളം നിറഞ്ഞ വാർത്ത. CPIM ഇലക്ട്രൽ ബോണ്ടായി നയാ പൈസ വാങ്ങിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകളിലുണ്ട്. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധിച്ചത് CPIM-ന്റെ നിയമ പോരാട്ടത്തിനൊടുവിലാണെന്നത് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ട രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ പോരാട്ടങ്ങളിൽ ഒന്നുമായിരുന്നു. ആ സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് മേഘ കൺസ്ട്രക്ഷനിൽ നിന്ന് CPIM-ന് ഇലക്ട്രൽ ബോണ്ട് നൽകി എന്ന കള്ളവാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്നത്. കെ രാജേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാജേന്ദ്രൻ, മനോരമ CPIM-നെതിരെ വ്യാജ വാർത്ത നൽകുക എന്നത് ഒരു പുതിയ സംഭവമല്ല. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഏക പാർട്ടി അത് CPIM ആണ്. അത് പൊതുമധ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പച്ചക്കള്ളം അവർ എഴുതി വച്ചിരിക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് മനോരമയുടെ ഈ വാർത്ത വന്നിരിക്കുന്നത്? ആദ്യം പറയട്ടെ, ഈ മനോരമയുടെ ഒരു അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇതേപോലൊരു വ്യാജ വാർത്ത മനോരമയുടെ ഏതാണ്ട് ഇതേ പേജിൽ തന്നെ, എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ അവരുടെ 7ാം പേജാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ാം പേജിൽ തന്നെ. അന്നെന്നാൽ ഇവരുടെ BRS-ന്റെ പ്രമുഖ നേതാവായ കവിത ഇവിടെ നിയമസഭയിലെത്തി MP രാജേഷുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച നടത്തിയത് ഈ ബ്രുവറി ഇടപാടുമായി ബന്ധപ്പെട്ടാണെന്ന രീതിയിലുള്ള ഒരു വാർത്ത അവർ കൊടുക്കുകയും അത് പച്ചക്കള്ളമായിരുന്നു. ആ വാർത്ത അത് രാജേഷ് തന്നെ മന്ത്രി MP രാജേഷ് തന്നെ അത് പൂർണ്ണമായും പൊളിച്ചടക്കി. അതിനുശേഷം മനോരമ മാപ്പ് പറഞ്ഞു. നമുക്കറിയേണ്ടത് ഏതാണ്ട് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം മറ്റൊരു പച്ചക്കള്ളം, അതും ചെറിയൊരു ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. മനോരമ മാപ്പ് പറയുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത്. നാളെ ഇത് എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ മനോരമ നാളെ CPIM-നോട് മാപ്പ് പറയണം. അത്ര വലിയ പച്ചക്കള്ളമാണ് ഇതിനകത്തുള്ള വാർത്ത. എന്തെന്നാൽ മേഘ കമ്പനി CPIM-ന് നൽകി ഇലക്ട്രൽ ബോണ്ട്. ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഉപകരാർ ലഭിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി CPIM-ന് ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് 25 ലക്ഷം രൂപ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്തെന്നാൽ ഇപ്പോൾ ദേശീയപാതയിലെ പലയിടത്തും തന്നെ വിള്ളലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കരാർ ലഭിച്ച ഒരു കമ്പനി എന്ന് പറയുന്നത് മേഘ അതിൻ്റെ മുഴുവൻ പേരാണെങ്കിൽ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് ഇതിൻ്റെ കരാർ നേടിയ പ്രധാനപ്പെട്ടൊരു കമ്പനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്കെതിരായിട്ട് പിഴ അടയ്ക്കാൻ, അതായത് ചെറുവത്തൂരിലെ വീരമലക്കുന്നിൽ നിന്ന് അനധികൃതമായി മണ്ണെടുത്തതിന് 1,16 ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ അവർക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് ദേശീയപാതയിലുമായി ബന്ധപ്പെട്ട വിള്ളൽ, അതിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞാൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ അത് BJPക്ക് തിരിച്ചടിയാവുന്ന ഒരു വാർത്തയാണ്. അതുപോലെ മേഘ കൺസ്ട്രക്ഷൻ, അപ്പോൾ ആ കമ്പനിക്കെതിരെ നടപടി ഉണ്ടായി. അപ്പോൾ ഈ ഒരു വിഷയത്തെ CPIM-മായി എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിക്കെട്ടണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെല്ലാം നടക്കുന്നത് അത്തരം ആരോപണങ്ങളാണ്. പക്ഷേ അതെല്ലാം തന്നെ, അതായത് ആ കമ്പനി തന്നെ പറഞ്ഞു, ഈ കരാർ ഇവർ തന്നെ ദേശീയപാത അതോറിറ്റി തന്നെ തങ്ങൾക്ക് തെറ്റ് പറ്റിയതായി അവർ തന്നെ തുറന്നു പറഞ്ഞു. പക്ഷേ ഇത് CPIM-നെ ഒന്ന് ഇതിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വ്യാജ വാർത്ത നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ നമുക്കെല്ലാവർക്കും അറിയില്ല, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കുക. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ ആരും അറിയാത്ത രീതിയിൽ, വളരെ രഹസ്യമായ രീതിയിൽ കോഴപ്പണം നൽകാനുള്ള ഒരു ഇടപാടാണ്. ഇതിനെ CPIM ശക്തമായി എതിർത്തിരുന്നു. CPIM-ആണ് ഇതിനെതിരായിട്ട്, സീതാറാം യെച്ചൂരിയാണ് ഇതിനെതിരായി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. അതിനുശേഷം അവിടെ നിയമപോരാട്ടം നടത്തി. അങ്ങനെ സുപ്രീം കോടതിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന ഇടപാട് റദ്ദാക്കിയത്. അപ്പോൾ നിയമപോരാട്ടം നടത്തിയത് CPIM-ആണ്. CPIM നയാ പൈസ വാങ്ങില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 മാർച്ച് 15 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടു. ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തന്നെ പരസ്യപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ നിർദ്ദേശം നൽകിയത്. അങ്ങനെ ആ ഒരു സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടു. അതിലെവിടെയും CPIM എന്നൊരു പേര് പോലുമില്ല. മാത്രമല്ല, ഇനിയിപ്പോൾ മേഘ കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ഈ CPIM 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിച്ചു എന്ന് പറയുന്നു. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ആകെ 966 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി നൽകിയത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മേഘ നൽകിയ 966 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ 584 കോടി രൂപ, അതായത് ഇതിൻ്റെ ഏതാണ്ട് 60% അത് നൽകിയിരിക്കുന്നത് BJPക്കാണ്. BJPക്ക് 584 കോടി രൂപ. രണ്ടാമത് BRS, അത് ഇവിടെ തെലങ്കാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി
നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ BRS-ന് 195 കോടി കൊടുത്തു. തമിഴ്നാട്ടിലെ DMK-ക്ക് 85 കോടി കൊടുത്തു. YSRCP എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയാണ്. YSRCP-ക്ക് 37 കോടി കൊടുത്തു. TDP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന TDP-ക്ക് 28 കോടി കൊടുത്തു. കോൺഗ്രസ്സിന് 18 കോടി കൊടുത്തു. കോൺഗ്രസ്സിന് 18 കോടി കൊടുത്തു. ഇപ്പോൾ ഈ കേരളത്തിലെല്ലാം തന്നെ സർക്കാരിനെതിരെ എല്ലാം ഈ വിഷയം വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഈ മേഖലയിൽ നിന്ന് 18 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിച്ചത്. പിന്നെ ബീഹാർ പ്രദേശ് ജനതാദൾ പ്രാദേശിക പാർട്ടിയാണ്, അവർക്ക് 10 കോടി കൊടുത്തു. ജനതാദളിന് 5 കോടി കൊടുത്തു. ജനസേവാ പാർട്ടി എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രാദേശിക പാർട്ടിയാണ്, അവർക്ക് 4 കോടി കൊടുത്തു. അതായത് ഈ 966 കോടിയിലെ ഏതെല്ലാം പാർട്ടികൾക്കാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയതെന്നതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ CPM ഇല്ല. CPM എന്നൊരു പേര് പോലുമില്ല. CPIM നയാ പൈസ ഇലക്ട്രൽ ബോണ്ടായി ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല. അത് സുപ്രീം കോടതിയിൽ ഇക്കാര്യം വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാണ്. മാത്രമല്ല ഇതുവരെ അത്തരത്തിലുള്ളൊരു ഒരു പരാതിയോ വെളിപ്പെടുത്തലോ എവിടെയും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് മനോരമ അത് അവരുടെ 7-ാം പേജിൻ്റെ ഒരു മൂലയിൽ ഇപ്പോൾ അഥവാ ഒന്ന് ആലോചിക്കുക, അങ്ങനെ ഒരു വസ്തുത ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനൊരു വിവരം സത്യസന്ധമാണെങ്കിൽ അത് ഇന്നത്തെ മനോരമയുടെ കവർ സ്റ്റോറി ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് വാർത്തയായിരിക്കും. എന്ന് പറഞ്ഞാൽ മനോരമയ്ക്ക് അറിയാം ഇത് പച്ചക്കള്ളമാണെന്നറിയാം. എങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ രീതിയിലുള്ളൊരു പ്രചാരണം ഉണ്ടാക്കുക ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു വ്യാജ വാർത്ത ചമച്ചിരിക്കുന്നത്.